വാലടി പഴൂർ കളരി കുടുംബക്ഷേത്രത്തിൽ തീപിടുത്തം. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ ഉണ്ടായ സംഭവത്തിൽ കളരിയുടെ മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ 400 വർഷത്തോളം പഴക്കമുള്ള കൊത്തുപണികൾ നിറഞ്ഞ തടികളും കളരിയുടെ മേൽക്കൂരയും പൂർണ്ണമായും കത്തിനശിച്ചു. 6 മണിയോടെയാണ് കളരിയുടെ ഉള്ളിൽ നിന്ന് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓടിക്കൂടിയ പ്രദേശവാസികൾ ചങ്ങനാശ്ശേരി ഫയർഫോഴ്സിലും കൈനടി പോലീസ് സ്റ്റേഷനിലും വിവരമറിയിച്ചു. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള പുരയിടത്തിലാണ് ഈ മണ്ഡൽ സാറിൻ്റെ കുടുംബപരമായിട്ടുള്ള ഈ വളരെ അതിപുരാതനമായിട്ടുള്ള ഈ കളരി സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് ഒരു 6:15 ഈ വലിയ പുക ഉയരുന്നത് കാണുകയും ഞാൻ അമ്പലത്തിൽ നിന്ന് ഇവിടെ ഓടി വന്നുകയും അതിനോടനുബന്ധിച്ച് ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും കൈനടി പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുകയും ഏകദേശം എത്രയും പെട്ടെന്ന് തന്നെ അവർ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോഴേക്കും തന്നെ ഏകദേശം അതിൻ്റെ റൂഫ് മേൽക്കൂര ഭാഗങ്ങൾ മുഴുവൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വശത്തോളം കത്തിയമരുകയും ചെയ്യുണ്ടായി. ഫയർഫോഴ്സുകാരുടെ സംയോജിതമായ ഇടപെടൽ കാരണം വളരെ പെട്ടെന്ന് തന്നെ തീയണക്കുകയും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രസിദ്ധമായ കളരിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ജോലികൾ പൂർത്തിയാവാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. അനവധി മഹാരഥന്മാരുടെ കർമ്മഭൂമിയും ജന്മഭൂമിയുമാണ് ഈ പഴൂർ പുരയിടവും അതുൾപ്പെടുന്ന കളരിയും ദൈവങ്ങളും. എല്ലാ വർഷങ്ങളിലും തുലാം മാസം 16-ാം തീയതി നടക്കുന്ന ചടങ്ങുകളിൽ ഈ ചാരയിൽ നിന്നും ഓലിക്കൽ നിന്നും അമരശ്ശേരിയിൽ നിന്നും പഴൂർ മഠത്തിൽ നിന്നും ഈ പഴൂരിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് തൊഴാറുണ്ട്. ഇവിടുത്തെ കളരി പരദൈവങ്ങളെയും സർപ്പദൈവങ്ങളെയും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ചാരയിലെയും ഓലിക്കലെയും ഒക്കെ മൂലസ്ഥാനമായ ഏതാണ്ട് 10-800 കൊല്ലം പഴക്കമുള്ള ഒരു സ്ഥലത്ത് ഏതാണ്ട് 100-120 കൊല്ലം മുമ്പ് പുതുക്കിപ്പണിത സ്ഥാപനമാണ് ഇപ്പോൾ പൂർണ്ണമായി കത്തിയെരിഞ്ഞത്. വൃത്തിയാക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഏതാണ്ട് പൂർണ്ണതയിൽ എത്തുന്നതിന് 2 ദിവസം മുമ്പാണ് ഇത് കത്തിയെരിഞ്ഞത്. ചങ്ങനാശ്ശേരിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് വാഹനങ്ങൾ 1 മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നാണ് കരുതുന്നത്. പെയിന്റ് പോലെയുള്ള സാധനങ്ങൾ കളരിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നത് തീ ആളിപ്പടരുന്നതിന് കാരണമായെന്നും സംശയിക്കുന്നു. ചങ്ങനാശ്ശേരി അഗ്നിശമന സേനയിലേക്ക് അമ്പലം കത്തി, വാലടി ക്ഷേത്രം, പഴൂർ ക്ഷേത്രം കത്തി എന്നും പറഞ്ഞായിരുന്നു ആദ്യം കോള് വരുന്നത്. അപ്പോൾ കോള് വന്ന ഉടൻ തന്നെ ഞങ്ങൾ പുറപ്പെടുകയും ഞങ്ങൾ വഴി ഇച്ചിരി മോശമായിരുന്നു എങ്കിലും ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നപ്പോൾ വളരെ നല്ല രീതിയിലുള്ള കത്തലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അമ്പലത്തിൻ്റെ മേൽക്കൂര ഏകദേശം 70% കത്തി നശിച്ചതെന്ന് ആയിട്ട് പറയാൻ പറ്റും. തടി നല്ല രീതിയിൽ മൊത്തം കത്തിയിട്ടുണ്ട്, ഓട് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. തീപിടുത്തത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല, അത് പിന്നീട് വ്യക്തമാക്കാവുന്നതാണ്. തടി ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കയറി കത്തിയത്. പിന്നെ പുക നല്ല രീതിയിൽ പുകയുണ്ടായിരുന്നു, അകത്ത് കയറാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നെ ഡോറ് ഞങ്ങൾ തുറന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ ഓട് ഇങ്ങനെ വീണോട്ടിരിക്കുന്നത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഹെൽമെറ്റ് ഉപയോഗിച്ച് അകത്ത് കയറി. ചങ്ങനാശ്ശേരി അഗ്നിരക്ഷാസേനയിലെ സ്റ്റേഷൻ ഓഫീസർ അനൂപ് രവീന്ദ്രൻ, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ദിനേശ് കുമാർ, ഫയർ റെസ്ക്യൂ ഓഫീസർമാർ, കൈനടി പോലീസ് SHO AJ ജോയി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പ്രദേശവാസികളായ നിരവധി പേരും സംഘത്തെ സഹായിക്കാൻ എത്തിച്ചേർന്നു.